നോക്കിയേ എന്നെ അടിപൊളി ബീഫ് ഫ്രൈ ആന്ന് നോക്കി. കുറച്ച് ചോപ്പ് ചെയ്ത സവോളയും കൂടെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനേ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ ബീഫ് ഫ്രൈനെ കടത്തി വെട്ടാൻ പറ്റിയ ഒരു ഡിഷ് വേറെ ഉണ്ടോ? അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്, ഒരു അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതെ ബീഫ് നമ്മളിത് ഈ ഒരു സൈസിൽ കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, സ്ലൈസ് ചെയ്തെടുക്കുക. സ്ലൈസ് ചെയ്തിട്ട് ഇതിനകത്ത് സവോള, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ പെരിഞ്ജീരകം അതായത് വലിയ ജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് ഏകദേശം വെന്തു കിട്ടും, അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഉരുളി ചൂടാക്കിയിട്ട്, ഇതിവിടെ കോസ്കോയിൽ കിട്ടുന്ന കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണ, നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. തണുപ്പായതുകൊണ്ട് ഇച്ചിരി കട്ടിയാണ്. ഇത് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകം, കുറച്ച് തേങ്ങയുടെ സ്ലൈസസ്, തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ആ തേങ്ങ നന്നായിട്ടൊന്ന് ബ്രൗൺ ആയി വരും. നമ്മളിനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലി, ഇതുപോലെ ചില്ലി കുറച്ച് ക്രഷ് ചെയ്ത്, ഇത് നമുക്ക് കുറച്ച് അധികം വേണം കേട്ടോ, നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അയ്യ, എനിക്ക് നമ്മൾ ബീഫ് കുക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഉപ്പിട്ടായിരുന്നു കേട്ടോ. അപ്പം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നല്ല കറുത്ത് വരുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. നമ്മളൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ, നമ്മുടെ വലിയ ജീരകമില്ലേ, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഒരു നല്ല ഫ്ലേവർ, നല്ലതായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് ഫ്രഷ് കറിവേപ്പില, കുറച്ച് ചോപ്പ് ചെയ്ത സവോളയും കൂടെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. എന്നാ ഒരു വാസനയാണെന്നറിയാം ഇവിടെ, അയലോക്കംകാർ ഇപ്പോൾ ഇറങ്ങി വരുമെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ അടിപൊളി ബീഫ്. ഇതേണ്ടോ, ഓഹോ ചൂടാണ്. ഒന്നും പറയാനില്ല, അടിപൊളി. നിങ്ങളെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. നമ്മുടെ തേങ്ങാക്കൊത്തും ആ ക്രഷ് ചില്ലി എല്ലാം കൂടെ വരുമ്പോണ്ടല്ലോ, ഒന്നും പറയാനില്ല, പൊളി സാധനം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും